എങ്ങോട്ടാ ബെന്നിച്ച? എടി നീ കേട്ടില്ലേ? എടി അപ്പുറത്ത് പാമ്പ്. ഞാൻ ഈ പ്രാർത്ഥന അറിയാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഓ, ബെന്നിച്ചൻ പാമ്പിന് പിടിക്കോ? ഇല്ല. പിന്നെ തല്ലിക്കൊല്ലുവോ? അയ്യോ ഇല്ല. പിന്നെ എന്നാത്തിന് അങ്ങോട്ട് പോടി പോന്നേ? അല്ല, അയലൊക്കത്ത് ഒരു പാമ്പ് കയറിയിട്ട് ഒന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു സോഷ്യൽ അനിമൽ നിലയിൽ നമുക്കില്ലേ? ബെന്നിച്ച, ഇവിടുത്തെ പപ്പായും അവിടുത്തെ ഗോവിച്ചനും കൂടെ നമ്മുടെ കല്യാണത്തിൽ നിന്ന് ഒരു മുട്ട വാഴ കൊണ്ടാക്കി അടിച്ച് പീരിഞ്ഞ് ചീഞ്ഞ് പുഴുത്തിരിക്കുക. അതിന്റെ ഇടയ്ക്കോട്ട് പോയി കേരളം അങ്ങോട്ട്. അടിയോ? എന്നത്ര അടിയുണ്ടായേ? കഥയൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് അങ്ങേറെ ആട്ടി മേടിച്ച് ഉള്ള വില കളയരുത്. കേട്ടോ? കേട്ടോന്ന് എന്ന് വാങ്ങിട്ടു. എന്റെ വേറെ അങ്ങ് മാറുന്നില്ലെന്നേ. ഇത്രയും നീളമുണ്ട്. അത്രയും നീളം ഉണ്ടെങ്കിൽ എന്തായാലും ഇത് പെരുമ്പാമ്പായിരിക്കും. മൂർഖനാണെന്നാ തോന്നുന്നു. പാമ്പിനെ ശരിക്കും ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടം കണ്ടായിരുന്നു സാറേ. അന്നേരത്തേക്ക് എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിന്റെ മേത്ത് ഇങ്ങനെ വളയം വല്ലായിരുന്നോ അതോ വല്ല ഡിസൈനും ആയിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നില്ല. അച്ചായിക്ക് വിളിക്കാൻ വെള്ളം അടുപ്പ കയറ്റാൻ ചെന്നപ്പോ അത് അടുക്കള നിലത്ത് കിടക്കുമായിരുന്നേ. അടുപ്പയിലെ വെട്ടത്തി ഏതാണ്ട് നിലത്ത് കിടന്ന് തിളങ്ങുന്ന കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത്.